चलो घर जाएंगे हाँ घर में जा चाय पी നല്ലൊരു മനുഷ്യൻ കേട്ടോ. വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ച് നല്ല രസം കേട്ടോ. ഈ ഒരു മനോഹരമായിട്ടുള്ള പനോരമിക് വ്യൂ. നംകീല പാസ് എത്തി ഞാൻ. യു ആർ അറ്റ് നംകീല പാസ്, ആൾട്ടിറ്റ്യൂഡ് 12,198. അത് കാർഗിൽ വാർ നടന്ന സമയത്ത് 1999 ആ വാർ നടക്കുമ്പോൾ ഇതുപോലത്തെ മലയുടെ മുകളിലേക്കൊക്കെ നമ്മുടെ പട്ടാളക്കാർ കയറിയിരുന്നു എന്ന് പറഞ്ഞു. കാരണം 13,478 ഫീറ്റ് ഉയരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഫോർട്ടുല. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കിലെ ലേ ഡിസ്ട്രിക്റ്റിലെ ലമയൂരു എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയാണ് ലമയൂരു മൊണസ്ട്രി എന്ന് പറയുന്നത്. എൻ്റെ ഈ ഇന്ത്യ നേപ്പാൾ ലോങ് റൈഡിലെ എല്ലാ ദിവസത്തെയും ഡെയിലി റൂട്ടിനും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിതുവരെ കാണിച്ചില്ല. സോ എല്ലാ ദിവസവും രാവിലെ ബൈക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടിയിട്ട് 2 പാനിയേഴ്സും എടുത്തിട്ട് ഫിറ്റ് ചെയ്യും. 2 സൈഡിലുമായിട്ട് 2 പാനിയേഴ്സും ഫിറ്റ് ചെയ്യും. ഈ 2 പാനിയേഴ്സും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ടോപ്പ് ബോക്സും കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട്. ഈ ടോപ്പ് ബോക്സിനകത്ത് ഞാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ക്യാരി ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഹെൽമെറ്റ് ജാക്കറ്റൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാലിയായിട്ടാണ് ഞാൻ ഈ ടോപ്പ് ബോക്സ് കൊണ്ടുപോകുന്നത് കേട്ടോ. അതിനുശേഷം എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ബാക്ക് പാക്ക് ഞാൻ റെയിൻ കവറൊക്കെ വെച്ച് കവർ ചെയ്തതിന് ശേഷം ബങ്കി കോഡൊക്കെ വെച്ചിട്ട് അത് നല്ല ടൈറ്റാക്കി 2 സൈഡിലേക്കും കെട്ടി വെച്ച് അതിനുശേഷം ടയർ പ്രഷർ ചെക്ക് ചെയ്യും കേട്ടോ. 2 ടയറിൻ്റെയും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ടയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പോർട്ടബിൾ ടയർ പ്രഷർ മോണിറ്ററുണ്ട്. സോ ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്നൊരു സാധനമാണിത്, ടയർ പ്രഷർ മോണിറ്ററിങ്. സോ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ടയർ പ്രഷർ ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ അതിൽ തന്നെ ഒരു ഇൻഫ്ലേറ്ററാണ് കേട്ടോ, ടയർ പ്രഷർ ഇൻഫ്ലേറ്ററാണിത്. സോ അത് യൂസ് ചെയ്തിട്ട് കാറ്റ് നിറക്കും. അതവിടെ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പാരലലി എൻ്റെ റൈഡിങ് ഗിയേഴ്സൊക്കെ ധരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. റൈഡിങ് നീ പാഡ് ആദ്യം, അതുപോലെ തന്നെ ദെൻ റൈഡിങ് ജാക്കറ്റ്. നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ കറുത്ത് കരിവാളിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ടാൻ അടിക്കും. സോ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺസ്ക്രീനും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ മറ്റേ ബാഗും കൂടെ എടുക്കട്ടോ. അതിനകത്ത് എൻ്റെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ആവശ്യമുള്ള എടുക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ബാഗിനകത്തുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെൽമെറ്റ് ധരിക്കുന്നത്. ഹെൽമെറ്റിനകത്ത് ഞാൻ എൻ്റെ ഗോപ്രോയും മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റൈഡിനകത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 4 ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് എൻ്റെ ഐഫോണാണ്, രണ്ടാമത്തെ ഞാനിപ്പോൾ മൗണ്ട് ചെയ്ത ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത ഗോപ്രോ, മൂന്നാമത്താണ് ഞാനിപ്പോൾ ഈ എൻ്റെ ഹാൻഡിൽ ബാറിൽ മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന Insta360 എന്ന് പറയുന്ന 360 ഡിഗ്രി വീഡിയോ റെക്കോർഡിങ് എക്യുപ്മെൻ്റാണിത്, ഗാഡ്ജറ്റാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെന്ന് പറയുന്നത് എൻ്റെ ഒരു DJI Mavic Mini 3 Pro എന്ന് പറയുന്നൊരു ഡ്രോണുണ്ട്. സോ ഇതിലൊക്കെയാണ് ഞാൻ എൻ്റെ മൊത്തം വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗ്ലൗസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ ബൈക്ക് സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയിട്ട് എടുത്തിട്ട് പോവുക എന്നുള്ളതാണ് എല്ലാ ദിവസത്തെയും ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത്. नहीं नहीं, मैंने पंजाब गया, उसके बाद कश्मीर गया. हाँ, बाइक कहाँ से पकड़ता है? बाइक बेंगलुरु से. मैंने बेंगलुरु से स्टार्ट किया, मनाली और उत्तराखंड और नेपाल. स्कूल का टीचर गवर्नमेंट. ठीक है, इधर ही है. अकेले क्यों आते हैं? फिर कुछ साथी भी लाते हैं. ये थोड़ा बड़ा ट्रिप है, 40 दिन का, 30-40 दिन का. ऐसा तो मुश्किल है दूसरा आदमी को मिलने के लिए. अभी चलो घर जाएंगे. हाँ घर में जा चाय पी. नहीं नहीं नहीं, हमारे घर जाएंगे. नहीं नहीं तो क्यों? नहीं भैया, अभी नहीं चलेगा. थैंक्स, शुक्रिया भैया. नंबर कितना है? हाँ नंबर. चलो हमारे घर चलो. नहीं भैया. हाँ ही है. रात को कहाँ बैठा? कल कहना चाहिए ना, अपना पिन कोड. हाँ हाँ चलो दुआ कर, हम दुआ करेंगे. ठीक है, दुआ करना. हाँ दुआ करो. ठीक है, तो अरबेन में ना. हाँ 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 फोन करना. ठीक. നല്ലൊരു മനുഷ്യൻ കേട്ടോ. ലഡാക്കിലെ ഒരു ലോക്കലാണ്.
അദ്ദേഹം സ്കൂൾ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ച്, ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. പക്ഷെ അവരൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി വിളിച്ചാണ്. നമ്മൾ കയറി ചെല്ലുന്നത് മോശമല്ലേ, അതുകൊണ്ട് പോയില്ല. നല്ല മനുഷ്യരൊക്കെ ഉണ്ട് എന്നർത്ഥം. ഫുഡ് കഴിക്കാൻ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം വിളിച്ചു കേട്ടോ. കുറച്ച് ഉപദേശങ്ങളും തന്നു, നല്ല ഉപദേശങ്ങളൊക്കെ തന്നു. ആൻഡ് കേരളത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നോ എന്തോ പറഞ്ഞു, അതെനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. സോ ലെറ്റ്സ് ഗോ ടു ലമയൂരു മൊണസ്ട്രി. ഇതേ നമ്മുടെ ഹിമാലയൻ മലനിരകൾ, ഇന്നലെ കണ്ട പോലത്തെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ 5 മിനിറ്റിലും കാണുന്ന മലനിരകൾ വേറെ ഒന്നായിരിക്കില്ല, വേറെ വേറെ തരത്തിലുള്ളതാണ് കാണുന്നത്. ഓരോ മലക്കും ഓരോ കളറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെട്രോൾ പമ്പിന് പുറമെ കാർഗിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും പമ്പുണ്ട് കേട്ടോ, കാർഗിലും പമ്പുണ്ട്. സോ ഞാൻ ഈ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണുന്ന പമ്പുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അത് വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ, അത്യാവശ്യം ടാങ്ക് കപ്പാസിറ്റി ഒക്കെ ഉള്ള ബൈക്കാണെങ്കിൽ, അത്യാവശ്യം മൈലേജൊക്കെ ഉള്ള ബൈക്കാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. സോൻമാർഗിൽ നിന്ന് വരുന്ന വഴി ജോജില പാസ് കഴിഞ്ഞാൽ പിന്നെ, അതായത് 0 പോയിൻ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ദ്രാസ് എത്തിക്കഴിഞ്ഞിട്ട്, ദ്രാസിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കാർഗിൽ വരെയും കാർഗിലിൽ നിന്ന് ലേ വരെയൊക്കെയുള്ള റോഡ് നല്ല റോഡാട്ടോ. ഇപ്പോൾ ഞാൻ വരുമ്പോഴുള്ള കണ്ടീഷൻ വളരെ നല്ല റോഡാണ്, ഒരു പ്രശ്നമില്ലാത്ത റോഡാണ്. ചെറിയ റോഡാണ്, 2 ലൈൻ റോഡാണ്, പക്ഷേ നല്ല റോഡാണ്. ഇത്രയും ഉയരത്തിലുള്ള മലയായതുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചം പോലും ഇങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. ഈ ഒരു മലയുടെ ചരിവിൽ ആ ഒരു സൂര്യൻ്റെ വെളിച്ചം പോലും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സൂര്യനിപ്പോൾ സൈഡിലാണുള്ളത്, അതുകൊണ്ട് ഒരു ഇരുട്ടായ പോലെ 2 വലിയ മലകൾക്കിടയിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇനി നോക്കിയാൽ ആ മലയുടെ ഏരിയ കഴിഞ്ഞപ്പോൾ വെയിൽ കിട്ടാനും തുടങ്ങിയതാണ്. ഇവിടെ മുതൽ വെളിച്ചം കിട്ടി തുടങ്ങി. ഒരുപാട് അത്ഭുത കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് ഈ ഭൂമിയിൽ. പറ്റുമ്പോഴൊക്കെ യാത്ര ചെയ്യാം, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ സമ്പാദിക്കുക. പണവും ആരോഗ്യവും സമയവും, ഇത് 3ഉം ഒരുമിച്ചൊരിക്കലും നമുക്ക് വരില്ല. ഇതിനകത്ത് ആരോഗ്യവും സമയവും ഉള്ളപ്പോൾ നമ്മൾ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ആരോഗ്യവും പണവും ഉള്ളപ്പോൾ സമയം ഉണ്ടാക്കിയിട്ട് നമ്മൾ യാത്ര ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, ദേശങ്ങൾ, അതുപോലെ തന്നെ സംസ്കാരങ്ങൾ, ആളുകൾ, ഭക്ഷണങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരുപാട് മനുഷ്യരെയും അവരുടെ ആതിഥ്യ മര്യാദകളെയൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട്. നല്ല രസം കേട്ടോ ഈ ഒരു മനോഹരമായിട്ടുള്ള പനോരമിക് വ്യൂ, 360 ഡിഗ്രി വ്യൂ ഒക്കെ കണ്ട് ബൈക്ക് ഓടിച്ചു പോകാൻ. അതും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴും വളഞ്ഞ് പോകുന്ന നല്ല റോഡ്. ആ റോഡിലൂടെ സമാധാനപരമായിട്ട് മെല്ലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് കേട്ടോ. എല്ലാവരും യാത്രകൾ ചെയ്യണം. ഇതുപോലെ എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള യാത്രകൾ, ചെറുതോ വലുതോ എന്തെങ്കിലും ആയിക്കോട്ടെ, തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കായാലും കുഴപ്പമില്ല, യാത്രകൾ ചെയ്യാം. ഏതൊരു മഹദ്വചനം ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞതാരാണെന്ന് ഓർമ്മയില്ല, പക്ഷേ യാത്ര ചെയ്യാത്തവൻ്റെ മനസ്സെന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണെന്നാണ്. യാത്ര ചെയ്യുന്നവൻ്റെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയാണത്, എല്ലാ കേടുകളെയും ശുദ്ധമാക്കുമെന്നാണ്. ഒരുപാട് ആളുകളെ കണ്ട്, ഒരുപാട് സംസ്കാരങ്ങൾ പഠിച്ച്, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകവും ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യാത്രയിലൂടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയവും പണവും ആരോഗ്യവും 3ഉം കൂടെ ഒരുമിച്ചൊരിക്കലും വരില്ല. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. പണം അതിനൊരു പ്രശ്നമേ അല്ല.
ഞാനിപ്പോൾ എൻ്റെ ഈ യാത്രയിൽ തന്നെ എൻ്റെ ഇന്ത്യ നേപ്പാൾ യാത്രയിൽ തന്നെ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു. കേരളത്തിൽ നിന്നുള്ളവരെയും അവർ ലിഫ്റ്റ് അടിച്ചിട്ടും ഹിച്ച് ഹൈക്ക് ചെയ്തിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. കയ്യിൽ ഒന്നും കരുതാതെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നവരൊക്കെ ഉണ്ട്, ഒരു 5 പൈസ മുടക്കാതെ. സോ ട്രാവൽ ചെയ്യാൻ പണം ഒരു പ്രധാന ഘടകമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ കംഫേർട്ട് കൂട്ടും, പണം ഉണ്ടെങ്കിൽ സേഫ്റ്റിയും കൂട്ടും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ സമയം പ്രശ്നമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ സമയം നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. അറ്റകൈ പ്രയോഗമായിട്ട് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുള്ള ജോലി രാജിവെച്ചിട്ട് റിസൈൻ ചെയ്തിട്ട് ഈ യാത്രകൾ, ലോങ് ട്രിപ്പുകളൊക്കെ ചെയ്തവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആത്മാർത്ഥമായിട്ട് യാത്രയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ്. അതിൽ ചിലരൊക്കെ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് സമയം കണ്ടെത്തുക, യാത്ര ചെയ്യുക. ഈവൻ നമ്മൾ ജോലി തൽക്കാലത്തേക്ക് പോയി കഴിഞ്ഞാലും പിന്നീട് ജീവിതകാലം മുഴുവൻ ഓർക്കാൻ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഈ യാത്രകൾ നമുക്ക് നൽകും. പിന്നീട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടെങ്കിലും വേറൊരു ജോലി കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, റിസൈൻ ചെയ്തിട്ടൊന്നും യാത്ര ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് അപ് ടു യു ഹൗ യു വാണ്ട് ടു ട്രാവൽ. പ്രിമൈസസിലേക്ക് കയറിയത് മുതൽ നമുക്ക് നമ്മുടെ പ്രയർ ഫ്ലാഗുകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും. ബുദ്ധമത വിശ്വാസപ്രകാരം ആണ് ഈ ഒരു പ്രയർ ഫ്ലാഗുകൾ ആളുകൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധമത വിശ്വാസികളുണ്ട് കേട്ടോ ലഡാക്കിൽ. മുസ്ലിം, ബുദ്ധമത, ഹിന്ദു മത വിശ്വാസികളൊക്കെ ഒരുപാടുണ്ട്. കേട്ടോ നംകീല പാസ് എത്തിയാണ്. യു ആർ അറ്റ് നംകീല പാസ്, ആൾട്ടിറ്റ്യൂഡ് 12,198, പ്രൊജക്റ്റ് വിനായക്. ഞാനിപ്പോൾ ഉള്ളത് നംകീല പാസിലാണ്. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് 12,198 ഫീറ്റ് ഫ്രം സീ ലെവൽ. ഇത് കാങ്ക്രാൽ എന്ന് പറയുന്നൊരു വില്ലേജാണ് കേട്ടോ. ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 11,800 സംതിങ് ഫീറ്റ് ഫ്രം സീ ലെവലാണ്. ഇവിടെയൊക്കെ ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികൾ കാണാൻ പറ്റും ലഡാക്കിൽ. സോ ഉറക്കം വരുന്നുണ്ട്. ഇതുവരെ ഫുഡ് കഴിച്ചില്ല, 10 മണിയായി. സോ ബാക്കി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ 2-3 ഫുഡ് പോയിന്റുകളുണ്ട് കേട്ടോ, എവിടെ നിന്നേലും ഒന്ന് കഴിക്കാം. ബോധ് കാർബു എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കാർഗിൽ ലഡാക്ക്. കാർഗിൽ വാർ മെമ്മോറിയലിനകത്ത് പോയപ്പോൾ അവിടെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, കാർഗിൽ വാറിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി. സോ അതിനകത്ത് കാണിക്കുന്നത് കാർഗിൽ വാർ നടന്ന സമയത്ത് 1999 ആ വാർ നടക്കുമ്പോൾ ഇതുപോലത്തെ മലയുടെ മുകളിലേക്കൊക്കെ നമ്മുടെ പട്ടാളക്കാർ കയറിയിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ ലഡാക്ക്, കാശ്മീർ റീജിയനിലേക്കൊക്കെ കയറി വരുന്നപ്പോൾ, അതായത് ഈ മലകളുടെ അപ്പുറത്തേക്കൊക്കെയാണ് നമ്മുടെ ബൗണ്ടറിയിൽ നിന്ന് കയറിയിട്ട് മുന്നോട്ട് വന്നത്. സോ അവരെ തടയാൻ വേണ്ടിയിട്ടും അവരോട് പൊരുതാൻ വേണ്ടിയിട്ടും ഇതുപോലത്തെ മലനിരകൾക്ക് മുകളിലൊക്കെ അവർ കയറിയിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ മലമുകളിലൊക്കെ. അതും മഞ്ഞുകാലത്താണ്, നല്ല -ഡിഗ്രി തണുപ്പൊക്കെ ഉള്ള സമയത്ത്. അത് കണ്ടപ്പോൾ പട്ടാളക്കാരോട് ഓൾറെഡി ബഹുമാനമുണ്ട്, ഒന്നുകൂടെ ആ ബഹുമാനം, ആ ഒരു രോമാഞ്ചമൊക്കെ കൂടി ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ. ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം ഈ മലയുടെ ചെരുവിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പം 1999 നമ്മുടെ ജവാന്മാർ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇന്ന് നമ്മൾ വിനോദത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ഈ വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും നമ്മളെ
രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ മലനിരകളിലൊക്കെ അപ്പോൾ പട്ടാളക്കാർ ഓരോ ബങ്കറുകളിലായിട്ട് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 13,478 ഫീറ്റ്, 13,478 ഫീറ്റ് ഉയരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഫോർട്ടുല. ആൾട്ടിറ്റ്യൂഡ് 13,749. ഫോർട്ടുല ടോപ്പ് ഹൈറ്റ് 13,479 ഫീറ്റ്, ഹയസ്റ്റ് പോയിൻ്റ് ഓൺ ശ്രീനഗർ ലേ റോഡ്. ശ്രീനഗർ ലേ റോഡിലെ ഹയസ്റ്റ് പോയിൻ്റാണിത്, ഫോർട്ടുല ടോപ്പ് എന്ന് പറയുന്നത്. 13,479 ഫീറ്റ് കേട്ടോ. ഞാൻ എൻ്റെ വണ്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അമയൂർ മൊണസ്ട്രിയുടെ അടുത്തെത്തിട്ടോ. ഇവിടെ നിന്ന് ഈ വഴിയാണെന്ന് തോന്നുന്നു, പോയി നോക്കാം. യെസ്, ഞാൻ മൊണസ്ട്രിയുടെ അടുത്തെത്തി, ലമയൂർ മൊണസ്ട്രി. ഇതാണ് നമ്മുടെ മൊണസ്ട്രി. ഞാൻ മലപ്പുറം കൊണ്ടോട്ടി. നിങ്ങളവിടെ തിരൂരോ? അത് ശരി. എവിടെ നിന്ന്, നാട്ടിൽ നിന്ന് തുടങ്ങിയതാ? ഡൽഹിയിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന്. ശ്രീനഗർ വരെ ട്രെയിനിൽ കയറ്റിട്ടാ? ഓ ആ, നിങ്ങൾ റെൻറ്റിനെടുത്താ? അത് ശരി. ആ ലേ, ഇത് ശ്രീനഗറിൽ നിന്ന് എടുത്തത് ലേയിൽ കൊടുക്കാൻ പറ്റും? ഓ, ആ എങ്ങനെ? ആ അങ്ങനെ, ഓക്കെ. എത്ര ദിവസം ഉണ്ട് ലേല്? 2 ദിവസം. ആ, ഞാൻ ബാംഗ്ലൂര്, ലഡാക്ക്, നേപ്പാൾ. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു 37 ദിവസത്തെ പ്ലാനാ. ഒറ്റയ്ക്ക്. ആ, എങ്ങനെ? ഇല്ലില്ല, ഇപ്പോൾ കാശ്മീർ, പഞ്ചാബൊക്കെ കവർ ചെയ്തിട്ട് ഇപ്പോൾ ലഡാക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ട് ഹിമാചൽ, ഉത്തരാഖണ്ഡ്, അവിടുന്ന് നേപ്പാളിൽ നിന്ന് UP. ശരി, കാണാം. ഇതാണ് ലമയൂർ മൊണസ്ട്രി കേട്ടോ. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കിലെ ലേ ഡിസ്ട്രിക്റ്റിലെ ലമയൂരു എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയാണ് ലമയൂരു മൊണസ്ട്രി എന്ന് പറയുന്നത്. ഈ കാണുന്ന പ്രയർ വീൽസ് ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് പ്രയറുകളാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. സോ നമ്മളിത് കറക്കുന്നത് നമ്മൾ ആ പ്രയർ ചൊല്ലുന്നതിന് സമമാണ് എന്നതാണ് കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഓം മണി പത്മേ ഹം എന്ന് പറയുന്ന പ്രയറാണ് അതിനകത്ത് എഴുതാറുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ലമയൂരു മൊണസ്ട്രി എന്ന് പറയുന്നത് ലഡാക്കിലെ ഏറ്റവും പഴയതും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള മൊണാസ്ട്രിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഗുഹാശ്രമമാണ്. ഇത് ബിൽഡ് ചെയ്തത് 11th സെഞ്ച്വറിയിൽ മഹാസിദ്ധകാര്യ നരോപ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഇത് ബിൽഡ് ചെയ്തത്.
ഈ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിന് മൂൺസ്കേപ്പ് ആണെന്നിട്ട് അറിയപ്പെടുന്നത്. അതായത് മൂൺ ലൈക്ക് ലാൻഡ്സ്കേപ്പ്, മൂണിലെ പോലെ ചന്ദ്രനിലെ പോലെയുള്ള ലാൻഡ്സ്കേപ്പുള്ള സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. ഞാനിപ്പോൾ ആ കാണിച്ച സ്ഥലങ്ങളൊക്കെ ഒരു ചന്ദ്രനിലേതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളെ പോലെയൊക്കെയാണ് തോന്നിക്കുന്നത്. ഇത് നമ്മുടെ ഈ മൊണാസ്ട്രിയുടെ ഇൻസൈഡ് വ്യൂസാണ് കേട്ടോ. ഈ മൊണാസ്ട്രിയുടെ ഉൾക്കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഉൾവശം ഈ മൊണാസ്ട്രിയുടെ. എല്ലാ മൊണാസ്ട്രികളെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉൾഭാഗമാണ് ഈ മൊണാസ്ട്രിയുടെ. കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ അവിടെ നിന്നൊരു പ്രയർ ഫ്ലാഗും വാങ്ങി, ബുദ്ധിസ്റ്റുകളുടെ. സോ അത് വണ്ടിയിൽ കെട്ടി നോക്കട്ടെ. യെസ്, ഞാൻ കുഞ്ഞ് സാധനമാണ് വാങ്ങിയത്. Nepal is done, or from here you'll go to Nepal? I will go to Nepal from Uttarakhand. From Uttarakhand. Yeah. So Manali, the back route you'll take. Yeah, Himachal, Manali, and then Uttarakhand, then Nepal, then to UP back. Nice. Are you doing Sarchu? Not Sarchu. What is it? Killar Kishtwar? No. Okay, that's in Himachal. Yeah. Good luck, man. Yeah, thank you. Kanyakumari, Kashmir. Yeah. Yes, ഞാനും കെട്ടി.